കാരണം ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എത്രയോ നേരം ഇരുന്നു. നീ അവിടുന്ന് സംസാരിച്ചിരിക്കും, നീ എന്റെ അടുത്ത് പോലും വരുന്നില്ല. നീ എന്നെ വിളിച്ചാൽ ഞാൻ വരില്ലേ? നീ എന്നെ വിളിച്ചു. നീ അവിടെ ഇരിക്കാൻ നേരത്ത് ഞാൻ നിന്റെ അടുത്ത് ഡയലോഗ് പറഞ്ഞു. അപ്പൊ നീ ആ സെക്കൻഡ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിന്റെ പെർസ്പെക്റ്റീവ് നീ കണ്ട് അതിനെ നീ അതാണ് സത്യം എന്ന് ഡിഫൈൻ ചെയ്ത് എനിക്ക് അതിനെ എതിർത്തേക്കാം. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല വേറെ ആ കാര്യത്തിൽ. നീ ഇപ്പൊ ഞാൻ പറയണതിലും പട്ടിവല തരാത്ത രീതിയിലേക്ക് എത്തിയുണ്ട്. അങ്ങനെ പവർ ടീം വാസസ് ജാസ്മിൻ പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ കൗണ്ടർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പവർ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഒന്ന് അടിച്ചിരുത്തുന്ന ലെവലിലാണ് ഇപ്പൊ പവർ ടീമിന്റെ പ്രകടനം എന്ന് പറയാതെ വയ്യ. അതുമായി ബന്ധപ്പെട്ട് പല സംഭവ വികാസങ്ങളും ഇന്നലെ അരങ്ങേറി എന്നുള്ളതാണ്. നമുക്ക് അതിനെ കുറിച്ച് ഓരോന്നും കയറി പരിശോധിച്ച് നോക്കാം. എനിവേ, വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്. പലർക്കും അതറിയില്ല, അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നു മാത്രം. അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 6 40 എപ്പിസോഡുകൾ അഥവാ 39 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? എല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിൽ കൂടിയിരിക്കുന്ന സമയത്ത് ജിൻഡോ അങ്ങോട്ടേക്ക് വരാണ്. എന്നിട്ട് ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന ജാസ്മിനോടുത്ത് കൈ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ജാസ്മിൻ നിന്റെ ബെഡ്റൂമിൽ ടിഷ്യൂ പേപ്പർ ഇരിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഹൈജീന് വേണം, അത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നുള്ളത്. അപ്പൊ അന്നേരം ജാസ്മിൻ പറയുന്നുണ്ട്, അത് ഞാൻ ഉപയോഗിക്കാത്ത ടിഷ്യൂ പേപ്പറാണ്, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല, അപ്പോഴാണ് പാട്ട് വന്നത്, അപ്പൊ ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി ഓടി വന്നതാണ്, മേക്കപ്പ് ഇട്ടതിന് ശേഷം ഞാൻ തുടച്ചിട്ട് ഒഴിവാക്കിക്കോളാം എന്നുള്ളത്. പക്ഷെ ജിൻഡോ അതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ വഷളാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിന്റെ പേരിൽ മാക്സിമം ജാസ്മിൻ അപമാനിച്ചു വിടുന്നു. പിന്നെ അതിനുശേഷം സിബിനും ജിൻഡോയും കൂടും ഗാർഡൻ ഏരിയയിൽ നിന്നും വീട്ടിലേക്ക് കയറി പോകുന്നതിനിടക്ക് ഒരു ചെരുപ്പ് ഗാർഡൻ ഏരിയയിൽ കണ്ടു. അപ്പൊ അന്നേരം ജിൻഡോ ചോദിക്കുന്നുണ്ട്, ഇത് ആരെ ചെരുപ്പാന്നുള്ളത്. അപ്പൊ അവിടെ സിബിൻ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് തരാമെന്ന് കണ്ടോക്കാം. ചെരുപ്പ് അറിയില്ല, അവിടെ പറയാമില്ല. അവള് ചെരുപ്പിടാറില്ല. ചെരുപ്പിടില്ലേ ബാത്റൂമിൽ പോലും അവള് ചെരുപ്പിടില്ല. പിന്നെ ആലോചിക്കേ, ആ കാല് ഉപയോഗിച്ചിട്ട് അവളെ ബെഡേക്കറി എടുക്കും. എന്താല്ലേ ആ ചെരുപ്പ് ആരുടേതാണെന്ന് ഇവിടെ ജിൻഡോ ചോദിച്ച സമയത്ത് ജാസ്മിന്റേതാണോ എന്ന് ചോദിച്ചപ്പോ അവിടെ സിബിന്റെ മറുപടി എന്താണ്? ജാസ്മിൻ ചെരുപ്പ് ഇടാറില്ല എന്നുള്ളത് അല്ലെ. അവിടെ സിബിന് കൃത്യമായി ജിൻഡോക്ക് അടിക്കാൻ വേണ്ടി ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത പോലെ അല്ലെ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ തന്നെ ജിൻഡോ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവൾ ബാത്റൂമിൽ പോലും ചെരുപ്പ് ഇടാറില്ല എന്നുള്ളത്. ജിൻഡോയുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി സിബിന് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ജിൻഡോ എന്ന് പറയുന്നത് ഇമോഷണൽ പ്ലെയർ ആണ്. ഇപ്പൊ ഒരാളായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അയാൾക്കെതിരെ ചെറുതെന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി, അത് പുള്ളിക്കാരൻ കത്തി കയറ്റിക്കോളും. ഇപ്പൊ ജാസ്മിനായിട്ട് ഇപ്പൊ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കാണല്ലോ ജിൻഡോ. ആ സമയത്താണ് ചെരുപ്പിന് വിഷയം അങ്ങ് സിബിൻ ഇട്ട് കൊടുക്കുന്നത്. സിബിൻ അറിയാം ഈ സമയത്ത് ഈ സംഭവം ഇട്ട് കൊടുത്താണെങ്കിൽ ഉറപ്പായിട്ട് ആള് കത്തിക്കുന്നുള്ളത്, അത് അങ്ങനെ തന്നെ കത്തിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് സിബിന്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കേണ്ടത്. നല്ലൊരു മൈൻഡ് ഗെയിമർ ആണ് സിബിൻ എന്ന് പറയുന്നത്. ഓരോരുത്തരെയും ക്യാരക്ടർ പഠിച്ച് എവിടെ എന്ത് കൊടുക്കേണ്ടത് പഠിച്ചിട്ടാണ് സിബിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി വന്നത്. അത് കൃത്യമായി പുള്ളിക്കാരൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആ വീട്ടിലെ റിസൾട്ട് എന്താണ്? സിബിൻ വെട്ടി തെളിച്ച വയലൂടെയാണ് ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ സഞ്ചരിച്ചു കൊടുക്കുന്നത്. അത് ബിഗ് ബോസിന്റെ ഓരോ എപ്പിസോഡും മുടങ്ങാണ്ട് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്തായാലും ജിൻഡോ വിഷയം മുതലെടുക്കാണ്. അതിനിടയ്ക്ക് ജാസ്മിൻ എന്താക്കി, സോഫയിൽ കാല് കയറ്റിയിരുന്നു ഓരോ ജിൻഡോക്ക്. അപ്പൊ അന്നേരം ജിൻഡോ എന്താ പറയണത്? ബാത്റൂമിൽ ചെരുപ്പിടാണ്ട് നടക്കുന്ന കാലിനെ കൊണ്ട് സോഫയിൽ കാല് കയറ്റി വെക്കുന്നു. വളരെ മോശമാണ്, കാല് താഴ്ത്തിലിടി പെണ്ണെന്നുള്ളത്. ആരോടാ പറയണത്? ജാസ്മിനോടാണ്. ഈഗോന്റെ ആശാത്തിയാണ് ജാസ്മിൻ. അന്നേരം ജാസ്മിൻ അതൊന്നും കേൾക്കാണ്ട് കാലം അവിടെ തന്നെ കയറ്റി വെക്കാണ്. അപ്പൊ അന്നേരം ആ അവസരം മുതലാക്കി സിബിന് ഒരു പോയിന്റ് അടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ജാസ്മിനെ ഞാൻ പ്ലീസ് ജാസ്മിനെ മോളെ അത് ചെയ്യലടാ, അത് ശരിയല്ലടാ, നമ്മുടെ ചെരുപ്പില്ല വെക്കല്ലേ, ചെരുപ്പിലാണ് ബാത്റൂമിൽ പറയാതിരുന്നാണ് നിനക്ക് വിഷമാ. എന്തായാലേ എരുത്തിയിൽ എണ്ണ വയ്ക്കാന്ന് കേട്ടിരിക്കണം. ഇപ്പൊ കണ്ട് കൃത്യമായ അവസരം മുതലാക്കാൻ ജാസ്മിൻ അടിച്ചിരുത്തില്ല. ഇതാണ് ഇവിടുത്തെ സിബിൻ എന്ന് പറയുന്ന പ്ലെയറുടെ വിജയം എന്ന് പറയുന്നത്. ഇപ്പൊ മുമ്പത്തെ സീസണിലൊക്കെ ഇങ്ങനെ കളിച്ചത് അഖിൽമാരാറാണ്. ഞാൻ അഖിൽമാരാറിനെ സിബിനായിട്ട് ഭൂമിക്കല്ലേ കേട്ടോ. പക്ഷെ തനിക്കനുസരിച്ച് കൃത്യമായി മൈൻഡ് ഗെയിം കളിക്കാൻ അഖിൽമാരാറിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതേ രീതിയിലുള്ള ഒരു മൈൻഡ് ഗെയിമാണ് ഇവിടെ സിബിനും കളിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ 5-1 ഭാഗം ഈ ഫൈറ്റ് ആയിരുന്നു അല്ലെ. സിബിൻ ആൾ കത്തിച്ച ഫൈറ്റ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ഫൈറ്റ് കഴിയുന്നു. അത് കഴിഞ്ഞ് നോറ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം അവർക്ക് പീരീഡ്സ് ആണ്, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. അത് അയാൾ യൂസ് ചെയ്യാണെങ്കിലോ എന്തോന്നിടേ ഇത്? ഇത്തരം വിഷയങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു മാനറിസം കാണിക്കണം. നമ്മൾ ടോപ്പിക് ആയിട്ട് പറയുമ്പോൾ കുഴപ്പമില്ല, പീരീഡ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ പബ്ലിക്കിൽ വിളിച്ച് പറയാൻ പറ്റുമോ നോറ? അവൾക്ക് പീരീഡ്സ് ആണ്, അവൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറച്ചൊക്കെ പബ്ലിക്കിൽ നമ്മളൊരു മാനറിസം കാണിക്കണല്ലേ. ഇതാണ് നോറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പറയാനുള്ളത് വെട്ടി തുറന്ന് മുഖത്ത് നോക്കി പറയും. അത് ആരുടെ മുഖത്താണെങ്കിലും അതൊരു ക്വാളിറ്റിയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനത്തെ വാഴ്ചകൾ വരും. എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള ബോധം നോറയ്ക്കില്ല എന്നുള്ളതാണ്. എല്ലാം അങ്ങ് തുറന്നു പറയും. അതുകൊണ്ടാണ് പലപ്പോഴും നോറ വീട്ടിൽ തഴയപ്പെടുന്നത്. എന്തായാലും അത് വല്ലാത്തൊരവസ്ഥയായി പോയി. പക്ഷെ നോറ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരു ഗുണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നല്ലേ ഇതിന് ശേഷം ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ജാസ്മിനോ ഇഞ്ചിന് മിസ്സായി. നമ്മള് വിടാം. ജാസ്മിനെ ഉറക്കം വരുന്നെങ്കിൽ ഓക്കെ, അതാണ് ജിൻഡോടെ അടിച്ച ഡയലോഗ് കണ്ടില്ലേ?
അവൾക്ക് വയ്യാത്തതല്ലേ വിട്ടേക്കുന്നുള്ളത്. സാധാരണ ജിന്നു ആണെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. രാവിലത്തെ ഒരു ടിഷ്യൂ പേപ്പറിന്റെ പ്രശ്നം വെച്ച് വലിയ ആള് കത്തിച്ച ആളാണ്. ആ ആൾക്ക് ഈ ഉറക്കത്തിന് വിഷയം വന്നു കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് ആള് കത്തിക്കാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സുഖമില്ലാണ്ട് കിടക്കുന്ന കുട്ടികളെ വിട്ടേക്കുന്ന അവിടെ പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ്? നേരത്തെ നോറ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലേ? അപ്പൊ നോറ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അവിടെ മറ്റൊരു സംഭവം നടക്കുകയാണ്. എന്താണ് അത്? റൂമിൽ വെച്ച് ജിൻഡോ എന്തോ തന്റെ ബാഗ് തുറന്ന് നോക്കുന്നതിനെടുക്ക് എന്തോ തപ്പുന്നതിനെടുക്ക് ബിഗ് ബോസ് എന്താക്കാണ് ജിൻഡോനെ വിളിക്കുകയാണ്. അന്നേരം ജിൻഡോ എന്താക്കാണ് തന്റെ ബാഗ് നോറിന്റെ ബെഡിൽ വെച്ച് പോവുകയാണ്. അങ്ങനെ നോറ തിരിച്ചു വരുമ്പോൾ കാണാണ് ജിൻഡോന്റെ പെട്ടി തന്റെ പെട്ടിയിൽ മതിയില്ലേ. നോറ അത് വലിയൊരു പ്രശ്നമാക്കി എടുക്കാണ്. അപ്പൊ അന്നേരം ജാസ്മിൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ശേഷം നമുക്കൊന്ന് കണ്ടോ. മടക്കി വൃത്തിയാക്കി വെക്കണം. രാവിലെ കാണിച്ച ഷോ എന്തായിരുന്നു? ഞാൻ ഡയറക്റ്റ് പറഞ്ഞ വളച്ചൊടിക്കുന്നോണ്ട് ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു. ബ്രോയ്ക്ക് ഒരു വൃത്തിയില്ലാത്ത നമുക്ക് ഈ കാണിക്കുന്നത് മോശമല്ലേ ബ്രോ? വലിച്ചു വരിടാമോ? അതെ, വളരെ മോശമാണ്. മറ്റാൾ അവസരം കിട്ടിയപ്പോൾ മുതലാക്കാൻ നോക്കിയതാണ്. ഇപ്പൊ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജിൻഡോക്കെതിരെ എങ്ങനെ തിരിയാൻ പറ്റുമെന്ന് നോക്കി നടക്കുകയാണ്. അപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് അടിച്ചെന്നുള്ളതാണ്. പക്ഷേ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ ഇത് മൈൻഡേ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ജിൻഡോ പറയുന്നുണ്ട് നീ എന്തെങ്കിലും പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്യില്ല എന്നുള്ളത്. സിബിന്റെ രീതി ജാസ്മിൻ എന്ത് പറഞ്ഞാലും ഇഗ്നോർ ചെയ്യാന്നുള്ളത്. അതാണ് ഇപ്പൊ ജിൻഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഒരു സിബിൻ എഫക്റ്റ് ആണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ രംഗത്തേക്ക് സിബിൻ കയറി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. സുഖമാണല്ലേ എവിടെയെങ്കിലും നിങ്ങൾക്ക് വരുന്നേ ഇല്ല. നിങ്ങൾക്ക് വരാൻ എനിക്ക് ഒരു തുള്ളി പോലും ഇഷ്ടമല്ല. ഒരു തുള്ളി പോലും അത്രയ്ക്ക് എനിക്ക് പുച്ഛമാണ്. താങ്ക് യു. നിങ്ങളെ പോലുള്ള ഒരു പുച്ഛിക്കുന്നാണ് എനിക്ക് കിട്ടുന്ന അവാർഡ്. അടുത്ത വെക്കില്ല. ഇത് സിബിന് വല്ലാത്തൊരു കഴിവാണ് കേട്ടോ. പറയുന്നത് ഒപ്പത്തിനൊപ്പം പുള്ളിക്കാരൻ മറുപടി കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ എനിക്കും വിദ്യമാരെ ആരെങ്കിലും പറയുമ്പോൾ കൗണ്ടർ പറയാൻ കിട്ടും. പക്ഷെ ഞാൻ 1-2 സെക്കൻഡ് ചിന്തിച്ചിട്ടാണ് കൗണ്ടർ പറയാറ്. പക്ഷെ സിബിൻ അങ്ങനെ ഓൺ ദി സ്പോട്ടിൽ അങ്ങ് പറയും. അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവ്. സിബിന്റെ ഈ പറച്ചിലിനോട് കാര്യം മനസ്സിലായല്ലോ. ജാസ്മിനെ നാട്ടുകാർ പുല്ല് വരാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് കിട്ടുന്ന പുച്ഛ എനിക്കും ഏറ്റവും വലിയ അംഗീകാരമാണെന്നുള്ളതാണ് സിബി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അല്ലേ അടിച്ചങ്ങ് ഇരുത്തിയ പോലെ ഇപ്പൊ ഇതും കൂടെ ആയതോടെ ജാസ്മിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി എന്നുള്ളതാണ്. രാവിലത്തെ ഇതും കൂടെ ആയപ്പോ അല്ലേ. അങ്ങനെ എന്താക്കാണ് അഭിഷേകിനോട് സിബിനെ കുറിച്ച് ഇങ്ങനെ ജാസ്മിൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിബിൻ കണ്ട് അങ്ങനെ വീണ്ടും ജാസ്മിൻ സിബിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്തത് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കണ്ടോക്കാം. എന്താണോ പറയുന്നതെന്ന് കൃത്യമായി അറിയില്ല. അപ്പൊ അത് എവിടെന്നോ തുടങ്ങി എവിടെയോ കൊണ്ടെത്തിക്കും. അതിലെന്തൊക്കെയോ കൂടെ ചേർക്കും. അതിലെന്തെങ്കിലുമൊക്കെ ശരിയാവും, എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോകും. അത് സത്യമാണ്. ജാസ്മിനെ കുറിച്ച് മുമ്പ് നമ്മളിത് സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ ആർഗ്യുമെന്റ് ചെയ്യുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഇങ്ങനെ തുടങ്ങും. എന്നിട്ട് തന്റെ വലിയ ശബ്ദം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കാർക്കിച്ച് സംസാരിക്കും. അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അവരങ്ങ് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. വലിയ ശബ്ദം ആയതുകൊണ്ട് തന്നെ അതിനെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കും? ജാസ്മിൻ ഇപ്പം നിർത്തും എന്നിട്ട് പറയാന്നുള്ളത്. പക്ഷെ എവിടെ നിർത്തും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. ലാസ്റ്റ് ഇങ്ങനെ 2, 3, 4, 5 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ കേട്ട് നിൽക്കുന്ന ആളെ റിലേ കട്ടാവുന്നതാണ്. അങ്ങനെ അവസാനം ഇതെല്ലാം ജാസ്മിന് ശരിയാണെന്നുള്ളൊരു പോയിന്റ് അങ്ങ് എടുത്തിടും. ആ ചോദ്യം തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അന്നേരം എന്താ നമ്മൾ അറിയാണ്ട് ശരിയാണെന്നങ്ങ് പറഞ്ഞു. അങ്ങനെയാണ് പലപ്പോഴും ജാസ്മിൻ ആർഗ്യുമെന്റിൽ വിജയിക്കാറ്. അത് കൃത്യമായി സിബിനെ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത് സിബിന് കൃത്യമായി എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഇതോടെ പിന്നെ ജാസ്മിന്റെ കഥ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങ് ചത്ത് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ജാസ്മിൻ ഇതിന്റെ ദേഷ്യം എന്താക്കുന്നതെന്ന് അറിയോ? ഗബ്രിന്റെ അടുത്ത് പോയി തീർക്കുന്നത്. ഇത് ഇടപെടാത്തത് അങ്ങനെ ആക്കാത്തത് ഇങ്ങനെ ആക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അന്നേരം ഗബ്രി ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ടോള് സംസാരിക്കണം. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എത്രയോ നേരം ഇരുന്നു. നീ അവിടുന്ന് സംസാരിച്ചിരിക്കും. നീ എന്റെ അടുത്ത് പോലും വരുന്നില്ല. നീ എന്നെ വിളിച്ചാൽ ഞാൻ വരില്ലേ? നീ എന്നെ വിളിച്ചു. നീ അവിടെ ഇരിക്കാൻ നേരത്തെ ഞാൻ നിന്റെ തടാകെ പറഞ്ഞു. നീ ആ സെക്കൻഡ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു എടാ ഗബ്രി. അത് ശരി. ഇപ്പൊ എന്തിനെതിരും ഗബ്രി ഇടപെടണമെന്നുണ്ടോ? ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഇടപെടാൻ തോന്നിയില്ല. പുള്ളിക്കാരൻ ഇടപെട്ടില്ല, അത്രേ ഉള്ളൂ. അതിനുശേഷം ഗബ്രി ജാസ്മിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. ജാസ്മിൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്നുകിൽ ഒഴിവാക്കി വിടുക, അതല്ലെങ്കിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് സംസാരിക്കുക, അതല്ലെങ്കിൽ അവരിങ്ങനെ ബളബള പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കി വിട്ടങ്ങ് വരാന്നുള്ളത്. കൃത്യമായി ഇത്തരം സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ജാസ്മിന് കൃത്യമായി ഗബ്രി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ ആണെങ്കിൽ അത് കേൾക്കാനേ തയ്യാറാവുന്നില്ല എന്നുള്ളത്. നമുക്ക് എന്തായാലും അതിനുശേഷമുള്ള ബാക്കി രംഗം ഒന്ന് കണ്ടോക്കാം. ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിന്റെ പെർസ്പെക്റ്റീവ് നീ കണ്ട് അതിനെ നീ അതാണ് സത്യം എന്ന് ഡിഫൈൻ ചെയ്ത് എനിക്ക് അതിനെ എതിർത്തേക്കാം. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല വേറെ ആ കാര്യത്തിൽ. നീ ഇപ്പൊ ഞാൻ പറയണതിലും പട്ടികളെ തരാത്ത രീതിയിലേക്ക് എത്തിയുണ്ട്. അതിപ്പോഴും ആദ്യം അങ്ങനെ തന്നെ ഇപ്പോഴെങ്കിലും ഗബ്രിക്ക് മനസ്സിലായല്ലോ. നല്ല കാര്യം. ഇതാണ് ജാസ്മിന്റെ ഏറ്റവും വലിയ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. തന്റെ ആവശ്യത്തിന് വേണ്ടി ഗബ്രി ഇങ്ങനെ യൂസ് ചെയ്ത് ഒരു അടിമാക്കി വെക്കുക അല്ലെ. ഇപ്പൊ ഇവിടെ ഗബ്രി ചെയ്ത എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഗെയിം നടത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അല്ലെ. ജാസ്മിന് നീ നിന്റെ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചു, ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുക എന്നുള്ള ലെവലിലേക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ജാസ്മിൻ അത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നടന്ന് അടി ഉണ്ടാക്കണം. ആ സമയത്തൊക്കെ ഗബ്രി തന്നെ കൊണ്ടുപോയി സപ്പോർട്ട് ചെയ്യണം, തന്നെ താങ്ങി നിൽക്കണം. അതിന് വേണ്ടി ഒരു ടൂളായിട്ടാണ് ഗബ്രിനെ കാണുന്നത്. പാവാണ്. എനിക്ക് ഗബ്രിനെ കാണുമ്പോൾ സാധാരണമാണ് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞ് ജാസ്മിൻ വിരിച്ച വലയിൽ ഗബ്രി വീണു എന്ന് തന്നെ വേണം പറയാൻ. പലപ്പോഴായി വലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഗബ്രി ശ്രമിക്കുമ്പോഴെല്ലാം ജാസ്മിൻ ഇതേമാതിരി ഇമോഷണൽ ഡ്രാമ കളിക്കും. ഇനിയിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയോ? ജാസ്മിൻ നേരെ ആ വാഴത്തോട്ടത്തിലേക്ക് പോയി. ഗബ്രി എന്താക്കി പിന്നാലെ പോയി. കുറെ മാപ്പ് പറച്ചിലും സോറി പറച്ചിലൊക്കെ ആയിട്ട് കെട്ടിപ്പിടുത്തൊക്കെ ആയി. അതിനുശേഷം ഞാൻ നിനക്ക് വേണ്ടിയാ നിൽക്കത്തുള്ളൂ, എനിക്ക് നീയാണ് വലുത് ജാസ്മിൻ എന്ന് പറഞ്ഞ് ഗബ്രി അങ്ങോട്ട് മയങ്ങി വീണു. തന്നെ
ഗബ്രി പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. പാവല്ലേ, ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം ഗബ്രിക്ക് ഉണ്ടാകും. എപ്പോഴാണെന്ന് അറിയാം, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം. അപ്പം മനസ്സിലാക്കും ഗബ്രിക്ക് താൻ എത്രത്തോളം ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. മൊത്തത്തിൽ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട സംഭവങ്ങളുടെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് വേണം പറയാൻ. പവർ ടീം വാസസ് ജാസ്മിൻ, ആര് പോരും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ സിബിൻ തന്നെയാണ്. അപ്പൊ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീണ്ടും കാണാം. ബൈ.